ഹലോ എക്സാമിനർ +1 ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ എക്സാമിനർ +1 അഗ്നി റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ റിവിഷൻ ബാച്ചിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? വളരെ സിമ്പിളാണ്. അതായത് ഒരു പക്ഷേ SSLC കഴിഞ്ഞ് +1 സയൻസ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം ആലോചിച്ച ഒരു കാര്യമായിരിക്കും, ഇനിയെങ്കിലും പ്രോപ്പറായി പഠിക്കണം അല്ലേ. അന്ന് എക്സാമിനറിലെ ടീച്ചേഴ്സും എല്ലാവരും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും പേരൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും +1 ഭയങ്കര സീരിയസ് ആണ്, കുറേ പഠിക്കാനുണ്ട്, ഇത് പബ്ലിക് എക്സാം ഭയങ്കര സംഭവമാണ്, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീരിയസ്നെസ് വന്നപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും യെസ് പഠിക്കണം, എല്ലാ ദിവസവും ഡെയിലി ഇങ്ങനെ പഠിക്കും, ആ ചാപ്റ്റർ തീർക്കും, ഓണപരീക്ഷ ആ ചാപ്റ്റേഴ്സ് തീർക്കും, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് തീർക്കും, ഫുൾ അടിപൊളിയാക്കും എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു പക്ഷേ 99% അല്ലെ 95% കുട്ടികളുടെയും കേസിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ ഉദ്ദേശിച്ച രീതി നടന്നിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ അതോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടിയോ അല്ലെ ഗിൽറ്റി ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, 95% കുട്ടികളുടെയും ഈ വർഷം മാത്രമല്ല എല്ലാ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്ലാനുകൾ പോവാറില്ല. പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരും. പഠനം മാത്രമല്ലല്ലോ, സ്കൂൾ മാത്രമല്ലല്ലോ, പല കാര്യങ്ങൾ വരുന്നതിനിടയിൽ നമുക്ക് എന്താണ് ഒരുപക്ഷെ എന്താണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ പോവാം. ഇതുവരെ അങ്ങനെയൊക്കെ പോയി, ഇനിയിപ്പം വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇനിയും അങ്ങനെ അങ്ങോട്ട് പോവാം. ഇതൊരു പബ്ലിക് എക്സാം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ പോലെ എന്താണ് ഇവിടെയും അങ്ങോട്ട് ഒരു പരിപാടി അങ്ങോട്ട് ഇറക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പ്രശ്നമാണ്. ഇതുവരെയുള്ള കാര്യം പ്രശ്നമല്ലാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഈ റിവിഷൻ ബാച്ച് കയറി വരുന്നത്. അതെങ്ങനെയാണ് കയറി വരുന്നതെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്രിസ്മസ് എക്സാമിനെ ഓർത്ത് നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേടിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് ഓൾറെഡി എക്സാമിനർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാമിന് മുൻപ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് എഫക്റ്റീവ് രീതിയിൽ ആ സബ്ജക്റ്റ് നേരിടാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തരുന്നതായിരിക്കും. സോ അതിലുപരി നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാനുണ്ട്. അതായത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് വീണ്ടും പബ്ലിക് എക്സാം, മോഡൽ എക്സാം ആകുമ്പോൾ ഇതേപോലെ എക്സാമിന് മുമ്പ് ഒരു 7 days ചാലഞ്ച് മാത്രം നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് റിവിഷൻ ബാച്ച് വരുന്നത്. കാരണം റിവിഷൻ ബാച്ചിൽ നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മക്കളെ? ഈ ക്രിസ്മസ് എക്സാം എന്നാണോ കഴിയുന്ന തൊട്ടടുത്ത ദിവസം, അതായത് December 23 വി ആർ സ്റ്റാർട്ടിങ് ആ ക്ലാസ്സസ്. ഓക്കെ, കാരണം വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ ഹോളിഡേയ്സ് ആണ്, അത് അതേ രീതിയിലാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിലബസ് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്കും തീർക്കാൻ പറ്റില്ല, നിങ്ങൾക്കും തീർക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര കഠിനമായിട്ട് പ്രയത്നിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിലബസ് തീർക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ചാപ്റ്റേഴ്സ് ആണ് ഓൾറെഡി ഉള്ളത്, ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. പേടിപ്പിക്കാൻ പറയില്ല, പക്ഷേ റിയാലിറ്റി പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ December 23 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. January 31 നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് തീർക്കുന്നതായിരിക്കും. കാരണം അതിനുശേഷം നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല, മോഡൽ എക്സാം ആയിരിക്കും, പിന്നെ അവിടെ തന്നെ പബ്ലിക് എക്സാം ആയിരിക്കും. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കാനുള്ള സമയം കിട്ടില്ല. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചെടുക്കാം, കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാം എന്നല്ലാണ്ട് നിങ്ങൾക്ക് പുതിയ ചാപ്റ്റേഴ്സ് ഇങ്ങനെ 1, 2, 3, 4 ആയിട്ട് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അങ്ങനെ പഠിച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാവില്ല എന്നാണ് റിയാലിറ്റി. അപ്പോൾ 31 നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ ബാച്ച് കൺക്ലൂഡിങ് കംപ്ലീറ്റ് സിലബസ് തീർക്കുന്നതായിരിക്കും. സാർ എന്തൊക്കെയാണ് ഈ റിവിഷൻ ബാച്ചിൽ കിട്ടുക? ഫീച്ചേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്, അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷൻ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതായത് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആപ്പിലുള്ള ലേണിംഗ് വീഡിയോസ്, കുറേ ലേണിംഗ് വീഡിയോസ് ഉണ്ട്. ഒരു ചാപ്റ്ററിന് 10-20 ലേണിംഗ് വീഡിയോസ്. അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എക്സാം പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ബേസിക്സ് മുതൽ തന്നെ, ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ബേസിക്സ് മുതൽ തന്നെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ്റെ അല്ലെ വർക്ക് എനർജി പവർ ക്ലാസ്സിൽ വന്നിരുന്നാൽ എന്താണ് വർക്ക്, എന്താണ് എനർജി, കൈനറ്റിക് എനർജിയുടെ ഫോർമുല, പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ആ എക്സാം ലെവലിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും ഓരോ സബ്ജക്റ്റിലും ഉണ്ടാകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ എല്ലാത്തിലും ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക, ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സയൻസ്. കാര്യം മനസ്സിലായി? അപ്പം അത് സെപ്പറേറ്റ് റിവിഷൻ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് കൂടാതെ ഓരോ ചാപ്റ്ററിൻ്റെയും മുൻ പരീക്ഷകളിൽ വന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ PDF അല്ല, അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ ആയിരിക്കും. അതായത് ആരാണോ നിങ്ങൾ ആ ചാപ്റ്റർ പഠിപ്പിച്ച് ആ ടീച്ചർ വന്നിട്ട് എന്ത് ചെയ്യും, ആ ചാപ്റ്ററിൽ നിന്ന് ഇന്നേ വരെ വന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും നിങ്ങൾക്ക് വേണ്ടി സോൾവ് ചെയ്ത് കാണിച്ചു തരും. പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് എല്ലാവരും പറയും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറിൻ്റെ PDF ഒക്കെ എടുക്കും, പക്ഷേ അതിന് ആൻസറൊക്കെ നോക്കും, അല്ലെങ്കിൽ ബുക്ക് നോക്കും, ആൻസർ നോക്കുമ്പോൾ ആൻസറൊക്കെ അടിപൊളിയാണ്, പക്ഷേ മനസ്സിലാവുന്നില്ല, കോൺസെപ്റ്റ് അറിയില്ല, അല്ലെങ്കിൽ ആൻസറിൻ്റെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല, സ്റ്റെപ്പ് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിക്കൊണ്ട് എന്താ കാര്യം, അത് ബൈ ഹാർട്ട് പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ വീഡിയോ സൊല്യൂഷൻ വരുന്നത്. കാരണം അവിടെ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഓരോ സ്റ്റെപ്പിലും കൃത്യമായി ആ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് തന്നെ മുന്നോട്ട് പോകും. ക്ലിയർ ആണ്? ഇത് കൂടാതെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷൻ ക്ലാസ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ആയിക്കോട്ടെ,
കംപ്ലീറ്റ് PDF നോട്ട്സും കിട്ടുന്നതായിരിക്കും. ആ PDF നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് മുൻപുള്ള ദിവസങ്ങളിൽ അല്ല ആഴ്ചകളിൽ റിവൈസ് ചെയ്യേണ്ടത്. കാരണം എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുഴുവൻ മാർക്ക് കിട്ടിയ നമ്മുടെ അഗ്നി ബാച്ചിൽ റിവിഷൻ ബാച്ചിൽ മാത്രമായി ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് കിട്ടിയ കുട്ടികളിൽ പല കുട്ടികളും ഈ റിവിഷൻ നോട്ട്സ് മാത്രമാണ് ഉപയോഗിച്ച് പഠിച്ചത്. അത് ഉപയോഗിച്ച് മാത്രം പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് ഉപയോഗിച്ച് മാത്രം പഠിച്ചാലും കാര്യം നടക്കുമെന്നാണ് അർത്ഥം. അതുകൂടാതെ എക്സാം ടൈമിൽ മോഡൽ എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ എക്സാം വിന്നറിൻ്റെ ഫ്രീ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവുന്നതായിരിക്കും. 360 രൂപയുടെ എക്സാമിനറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബുക്കും PDF അല്ല ബുക്കും നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. ഈ ബുക്ക് പക്ഷേ ഡിസംബർ അവസാനത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഈ ബുക്കിൽ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അല്ലാണ്ടുള്ള ക്വസ്റ്റൻസും ഇതുവരെ വന്നുള്ള എല്ലാ ക്വസ്റ്റൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിട്ടൺ ഫോർമാറ്റിൽ ഒരു ബുക്ക് വെച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ചിലവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അതെന്താണ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിൽ കിട്ടുക. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, സാർ ഈ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തൊരു കാര്യമുണ്ടോ? വളരെ സിമ്പിളായിട്ട് നമ്മുടെ +1 ചാനൽ എടുക്കുക, കഴിഞ്ഞ വർഷം വന്ന ഈ റിവിഷൻ ബാച്ച് ആയിക്കോട്ടെ അഗ്നി ബാച്ചിനായിക്കോട്ടെ വന്ന റിസൾട്ടുകൾ എടുത്തു നോക്കുക. അതിൽ പല കുട്ടികളും നിങ്ങൾക്ക് അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് റിവിഷൻ ബാച്ചാണ്. അഗ്നി ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ, പക്ഷേ രസമൊക്കെ ആയിരുന്നു, പക്ഷേ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ അവസാനത്തെ റിവിഷൻ ബാച്ച് വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അവരുടെ മാർക്കും അതിൻ്റെ താഴെയോ അല്ലെ തംബ്നെയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ്നെസ്സിനെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. 100% എഫക്റ്റീവ് ആയിരിക്കും. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും എഫക്റ്റീവ് രീതിയിലും ഏറ്റവും ടൈം കൺസ്ട്രെയിൻ രീതിയിലാണ് നമ്മൾ ഓരോ ക്ലാസ്സസും ആൻഡ് മൊത്തം പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട ഫീസ് 2000 റുപ്പീസാണ്. ഓൾറെഡി അഗ്നി ബാച്ചിൽ പഠിക്കുന്നവർക്ക് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി പഠിക്കാത്തവർക്ക് വെറും 2000 ആണ്. ഇനി വെറും 2000 ഞാൻ പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ പ്ലസ് നിങ്ങൾക്ക് ബുക്കും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് റിയാലിറ്റി. +1 പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ധാരാളമാണ് എന്ന് മാത്രമല്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവുമോ? റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മതി. അതായത് +1 പബ്ലിക് എക്സാമിൽ മുഴുവൻ മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വെറും 2000 റുപ്പീസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത്രയും കാര്യങ്ങൾക്ക് വേർത്താണോ 2000 റുപ്പീസ്? നിങ്ങൾക്ക് വേർത്താന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് ജോയിൻ ദ ബാച്ച്. വേർത്തല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് തിങ്ക്. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല. കാര്യം മനസ്സിലായി? അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇനി ഒന്നും പഠിക്കാത്തവർക്ക് പോലും മുഴുവൻ മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബാച്ചായിരിക്കും ഇത്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ 23rd സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് വെക്കുക. കാരണം ബാച്ച് ഫുൾ ആയതിനു ശേഷം നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല സ്റ്റഡി മെറ്റീരിയൽ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അത് ആക്ച്വൽ ലിമിറ്റഡ് സ്റ്റോക്കാണ്, ബുക്കാണ്, PDF അല്ല. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസംബറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ആരെങ്കിലും പറയാനുള്ളൂ. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിസംബർ 20 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾസോ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിലല്ല സാർ എനിക്ക് അഗ്നി ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇനിയും അഡ്മിഷൻ കിട്ടും, തീർച്ചയായും കിട്ടുന്നതായിരിക്കും. സെയിം നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അഗ്നി ബാച്ചിൽ ഇനി ജോയിൻ ചെയ്തിട്ട് എന്താ കാര്യം? കാരണം റിവിഷൻ ബാച്ച് അപ്പോൾ തുടങ്ങില്ലേ മക്കളെ? വളരെ സിമ്പിളാണ്. അഗ്നി ബാച്ചിൽ ഇനിയും ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ? നമുക്ക് +1 ഇനിയും ഫ്ലൂയിഡ്സ് കഴിഞ്ഞു ഓൾറെഡി അഗ്നി ബാച്ചിൽ. അത് ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും എന്ന് മാത്രമല്ല, ഇനി വരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഫിസിക്സിൽ കിട്ടാനുണ്ട്. കെമിസ്ട്രിയിലും അതുപോലെ ബയോളജിയിലും മാത്സിലൊക്കെ നമ്മൾ അഗ്നി ബാച്ചിൽ ഇനി ഫുള്ളായിട്ടും കൊടുക്കുന്നതായിരിക്കും കംപ്ലീറ്റ് ക്ലാസ്സസ്. അപ്പോൾ നിങ്ങൾക്ക് അതും വേണം, ഇതുവരെയുള്ള ക്ലാസ്സസും വേണം. പ്ലസ് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത ഈ റിവിഷൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രീയുമാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ നമ്പർ തന്നെ വാട്സപ്പിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അഗ്നി ബാച്ചിൽ തന്നെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇനി അതല്ല റിവിഷൻ ബാച്ചിൽ മാത്രമാണ് ജോയിൻ ചെയ്യേണ്ടത്, അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ പഠിച്ച് മുഴുവൻ മാർക്കും നേടണം അല്ലേ, നല്ലൊരു ശതമാനം +1 നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അഗ്നി ബാച്ചിൻ്റെ +1 അഗ്നി റിവിഷൻ ബാച്ചിൻ്റെ ഈ ഒരു ലോഞ്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.